ഹായ് ഗായ്സ്, ഇന്നൊരു പുതിയ വ്ളോഗ് ചെയ്യാണ്. നമ്മൾ ഷാർജ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ പോയി, വെജിറ്റബിൾ ആൻഡ് ഫിഷ് മാർക്കറ്റിലോട്ട് നമ്മളൊന്ന് പോയി. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളും കൊണ്ട് ചിന്തിക്കുന്നു ഇതിൻ്റെ വീഡിയോസൊക്കെ ഇന്ന് എടുത്തിടണമെന്ന്. കാരണം അത്ര നല്ല ഒരു സ്ഥലമാണിത്. എല്ലാവരും ഈ UAE വരുന്നവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. പല തരത്തിലുള്ള, നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരുപാട് തരം ഫിഷ്, അതുപോലെ തന്നെ ഷ്രിമ്പ്, പല വെറൈറ്റീസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം പേരുകളും അതിൻ്റെ വിലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷ്രിമ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നി. റീസണബിളാണ്. 35 ദിർഹംസ് ആണ് കിലോയ്ക്ക്. അപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക്ഡ് മീറ്റാണ്. അരപ്പെല്ലാം പുരട്ടി വെച്ചേക്കുന്നതാണ്. ഡയറക്റ്റ് നിന്നിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. ആ ഒരു തരത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഷ്രിമ്പും ഫിഷും ഒക്കെയാണ്. അങ്ങനെ നമുക്ക് അവൈലബിളാണ്. പല തരത്തിലുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. ഇത് വറ്റയുടെ ഇനം പാരയാണ്. ആ ഒരു മീൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുത്തു. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നല്ല മീനാണ് ചെയ്യാനായിട്ട്, പൊള്ളിക്കാനായിട്ട്. അതുപോലെ ഹാമൂറുണ്ട്, ഷേരിയുണ്ട്, അതുപോലെ തന്നെ കിളിമീൻ്റെ വലിയ ടൈപ്പൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട്. എല്ലാം ഫ്രഷ്. ട്യൂണയാണ് ഇരിക്കുന്നത്. അതുപോലെ ഇത് ഏതോ മീനിൻ്റെ വലിയ തലയാണ് കേട്ടോ. തല നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അതും വളരെ വിലക്കുറവിലാണ് കിട്ടുന്നത്. അതൊരു തല ഫുള്ള് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് നല്ല ഫ്ലഷോടുകൂടി തന്നെ കിട്ടും. നല്ല കറി വെച്ച് കഴിക്കാനൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഫിഷ് ഏത് കൗണ്ടറിൽ നിന്നാണ് വാങ്ങിക്കുക, അവർ നമുക്ക് തൂക്കി നോക്കിയിട്ട് അതിൻ്റെ ബില്ല് തരും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റ് നമ്മൾ കൗണ്ടറിൽ പോയി അടയ്ക്കണം. പേ ചെയ്തെന്നുള്ള ബില്ല് കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഫിഷ് തരും അവർ. വെള്ളാവോലി കിടക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ വെള്ളാവോലിയുണ്ട്, കറുത്താവോലിയുണ്ട്, ഹാമൂറിൻ്റെ ചെറുതുണ്ട്. ഇതൊക്കെ ഹാമൂറാണ്. ഭയങ്കര ടേസ്റ്റി ഫിഷാണ്. ഹാമൂർ കഴിച്ചവർക്കറിയാം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതും അതുപോലെ സീബ്രീം പോലത്തെ വേറൊരു ഗ്രില്ല് ചെയ്യുന്ന ഫിഷാണ് ആയിരിക്കുന്നതും. അങ്ങനെ ഞങ്ങൾ ആ ഒരു സീബ്രീം വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വില ഇത് നല്ലൊരു മീനാണ്. ഇതൊരു നല്ല ടേസ്റ്റുമാണ്. ഇവിടുത്തെ അറബ്സൊക്കെ വന്നിട്ട് അത് വാങ്ങിക്കും, ഗ്രില്ല് ചെയ്യാനായിട്ടൊക്കെ വാങ്ങിക്കും അത്.
അപ്പോൾ അതാ നമ്മൾ അങ്ങനെ മേടിച്ച മീനെല്ലാം കൊണ്ടുപോയി നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലവും ക്ലീൻ ചെയ്യുന്ന ഒരു അവരുടെ രീതികളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്നത്. നമ്മൾ പറയും നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കിട്ടേണ്ടതെന്ന്. തല വേണമെങ്കിൽ അല്ല തല കളയണമെങ്കിൽ അങ്ങനെ പറയാം. സ്കിന്ന് റിമൂവ് ചെയ്യണോ വേണ്ടായോ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇതിനുള്ളിലാണ് ക്ലീനിങ് ഏരിയ. അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തത് എത്ര പീസായിട്ട് വേണം അല്ലെങ്കിൽ എങ്ങനെ മുറിക്കണം എല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് എക്സാക്റ്റായിട്ട് അവർ ചെയ്തു തരും നമുക്ക്. ക്ലീനിങ്ങിന് ഒരു സെപ്പറേറ്റ് ചാർജ് അവർ എടുക്കുന്നുണ്ട്. നമ്മൾ ബിൽ പേയ്മെൻറ്റ് അവിടെ തന്നെ നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ തന്നെ അവർ ചോദിക്കും ക്ലീനിങ് വേണോ വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബില്ല് ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. അങ്ങനെ നമ്മൾ അതുകൂടെ പേ ചെയ്തിട്ടാണ് കൗണ്ടർ ക്ലീനിങ് സെക്ഷനിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പേയ്മെൻറ്റ് സെപ്പറേറ്റ് ഇല്ല, ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പോകുന്ന ഒരു നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആണ്. മീൻ വാങ്ങിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഒരു സാറ്റിസ്ഫൈഡ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ക്ലീൻ ചെയ്യുന്നത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരാണ് ക്ലീനിങ് ചെയ്യുന്നത്. ജോഷും ജോനും ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ക്ലീനിങ്ങിൻ്റെ നമ്പർ തരും. ആ ഒരു നമ്പറാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് നമ്പർ ഗ്രീൻ ആകുമ്പോഴത്തേനും നമുക്ക് കൗണ്ടറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തത് നമുക്ക് കിട്ടും. തന്നെയല്ല ഇവിടെ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇവർക്ക്. നമ്മളുടെ ചെതുമ്പൽ കളയാനായിട്ട് ഒരു വലിയ ഒരു തടി പോലെ സാധനത്തിൽ ആണിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് വളരെ പെട്ടെന്ന് അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ചെതുമ്പലൊക്കെ. അതിനുശേഷം കഴുകാനായിട്ടൊരു പൈപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇതിനുള്ളിലൊരു എക്യുപ്മെൻറ്റ്സ് തന്നെ ഉണ്ട്, ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അത് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മീൻ കട്ട് ചെയ്യുന്നതുമെല്ലാം. നമ്മൾക്ക് അത് വ്യത്യസ്ത രീതിയിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിനനുസരിച്ച് ചെയ്തു തരും നമുക്ക്. ഇതുപോലെ ഫിഷ് കഴുകി കിട്ടേണ്ടവർക്ക് കഴുകി കൊടുക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം ആ ബ്ലഡൊക്കെ കഴുകി കളഞ്ഞിട്ട് തരും. അല്ലാത്തവർക്ക് അല്ലാതെയും കിട്ടും. എന്താ കണ്ടില്ലേ, ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കവറിലാക്കി നമുക്ക് തരും. സെപ്പറേറ്റ് കവറിലാക്കി നമുക്ക് തരും.
ഇതിൻ്റെ ഇടയിൽ നമ്മൾ മീറ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. മീറ്റ് സെക്ഷനിൽ നമ്മുടെ കേരള കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇറച്ചി അവരെടുത്ത് തരും. പക്ഷേ കേരള കൗണ്ടേഴ്സ് ക്ലോസ്ഡ് ആയിരുന്നു അന്ന്. അതുകൊണ്ട് ഞങ്ങൾ വേറെ കൗണ്ടറിൽ പോയിട്ടാണ് ഇറച്ചി വാങ്ങിച്ചത്. ബീഫ് വാങ്ങിച്ചു. അതും ഇതുപോലെ തന്നെ. പക്ഷേ അവിടെ നേരിട്ടുള്ള പേയ്മെൻറ്റും എല്ലാം കാര്യങ്ങളുമാണ്. അവർ കട്ട് ചെയ്തെല്ലാം തരും. ഇതുപോലെ ഒരുപാട് കണ്ടില്ലേ, ഇതുപോലെ ഈ ഫുൾ സെക്ഷൻ മീറ്റിൻ്റെ സെക്ഷനാണ്. ഇതാ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വെജിറ്റബിൾസ് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഇതിലിടും. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത പാർട്ട് 2 കാണാം. അതുവരെ ബൈ ഫ്രം JNJ Food World.